നമസ്കാരം. പ്രയാഗ് കുംഭമേളയിലെ വൈറൽ സുന്ദരി മൊണാലിസ ഭോസ്ലെ കാമുകൻ ഫർമാൻ ഖാനൊപ്പം തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. 1.5 വർഷം മുൻപ് ഫേസ്ബുക്കിലൂടെ ആരംഭിച്ച പ്രണയത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് പോലീസിന്റെ സഹായം തേടി ഇരുവരും എത്തിയത്. കേരളത്തിലെ സിനിമാ ചിത്രീകരണത്തിനിടയിലായിരുന്നു സംഭവം. മൊണാലിസ ഭോസ്ലെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞം പൂവാറിൽ വെച്ച് നടന്നിരുന്നു. ഇതിനിടെ വീട്ടുകാർ യുവതിയെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നു. ഇതോടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നാണ് മൊണാലിസയും കാമുകനും സംരക്ഷണം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അച്ഛൻ നാട്ടിലേക്ക് നിർബന്ധിച്ച് കടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. വീട്ടുകാർ പ്രണയബന്ധത്തെ എതിർത്തതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയെത്തിയത്. മൊണാലിസ ഭോസ്ലെയും യുവാവുമായിട്ടുള്ള ബന്ധത്തോട് പിതാവടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മൊണാലിസ ഭോസ്ലെയെ ബന്ധുവായ മറ്റൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു രക്ഷിതാക്കളുടെ ആവശ്യം. എന്നാൽ 18 വയസ്സ് പൂർത്തിയായതിനാൽ യുവതിക്ക് അവർക്കിഷ്ടമുള്ള വ്യക്തിക്കൊപ്പം ജീവിക്കാമെന്ന് പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. ഇതോടെ വിഷയം ഒത്തുതീർപ്പിലെത്തി. തുടർന്ന് മൊണാലിസയും കാമുകനും ബന്ധുക്കൾക്കൊപ്പം തിരിച്ചു പോവുകയായിരുന്നു. മഹാകുംഭമേളയ്ക്കിടെ സമൂഹമാധ്യമത്തിൽ ശ്രദ്ധേയായ മൊണാലിസ ഭോസ്ലെ അടുത്തിടെയാണ് സിനിമയിലേക്ക് ചുവടുവെച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മറ്റുമായി മൊണാലിസ ഭോസ്ലെ നേരത്തെയും കേരളത്തിലെത്തിയിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനും തമ്മിലുള്ള ബന്ധത്തെ മൊണാലിസയുടെ കുടുംബം ശക്തമായി എതിർക്കുകയായിരുന്നു. രാജ്യത്തെ മറ്റ് പലയിടങ്ങളിലും തങ്ങളുടെ ബന്ധത്തിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാലാണ് കേരളം തെരഞ്ഞെടുത്തതെന്നും അവർ പറഞ്ഞു. ഫർമാൻ ഖാനൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മൊണാലിസ പോലീസിനോട് വെളിപ്പെടുത്തി. യുവതിയുടെ പരാതിയെ തുടർന്ന് പിതാവ് ജയ്സിംഗ് ഭോസ്ലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചു വരുത്തി. തുടർന്നാണ് മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിൽ ആർക്കൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിയമപരമായ അവകാശം അവർക്കുണ്ടെന്ന് പോലീസ് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസ ഭോസ്ലെയും മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനും തമ്മിൽ 1.5 കൊല്ലമായി പ്രണയത്തിലാണ്. ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. ഇവരുടെ ബന്ധം വീട്ടുകാർ എതിർക്കുകയും മറ്റൊരാളുമായി മൊണാലിസയുടെ വിവാഹം തീരുമാനിക്കുകയുമായിരുന്നു. മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാലകളും മുത്തുമാലകളും വിൽക്കാനെത്തിയതായിരുന്നു മൊണാലിസയും കുടുംബവും. അവിടെ എത്തിയ വ്ളോഗർമാർ പകർത്തിയ വീഡിയോകളിലൂടെയായിരുന്നു അവർ ശ്രദ്ധിക്കപ്പെട്ടത്. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയ്ക്കിടെയാണ് മൊണാലിസയുടെ ജീവിതം മാറിമറിയുന്നത്. മാല വിൽപ്പനക്കാരിയായി മേളയിലെത്തിയ താരത്തിന്റെ ജീവിതം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മാറിമറിയുന്നത്. ഇൻസ്റ്റഗ്രാമിലും മറ്റും യുവതിയുടെ വീഡിയോകൾ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടത്. ബ്രൗൺ ബ്യൂട്ടി എന്ന പേരിൽ അവർ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. മൊണാലിസ ഭോസ്ലെയെ വൈറലാക്കിയത് ഒരു വ്ളോഗറാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്ന് മാല വിൽക്കുന്ന നീലക്കണ്ണുകളുള്ള പെൺകുട്ടി കുംഭമേള ചിത്രീകരിക്കാനെത്തിയ വ്ളോഗറുടെ ക്യാമറ കണ്ണിൽ പതിയുകയായിരുന്നു. നീലക്കണ്ണുള്ള സുന്ദരി ആരെന്ന് സമൂഹമാധ്യമങ്ങളിൽ ചോദ്യമുയരാൻ പിന്നീട് അധിക സമയം വേണ്ടി വന്നിരുന്നില്ല. മാല വിൽപ്പനക്കാരിയായ പെൺകുട്ടിയുടെ ചിരിയും മെടഞ്ഞിട്ട നീളൻ മുടിയും കുംഭമേളയ്ക്കൊപ്പം തന്നെ വൈറലായി. കുംഭമേള ചിത്രീകരിക്കാനെത്തിയ 100 കണക്കിന് വ്ളോഗർമാർ പിന്നീട് വൈറൽ പെൺകുട്ടിയെ തേടിയിറങ്ങുന്നതാണ് കണ്ടത്. ഒപ്പം മാല വിൽപ്പനയ്ക്കെത്തിയവർ മൊണാലിസ എന്ന് വിളിക്കുന്നത് കേട്ട് വ്ളോഗർമാരും അതേ പേരിൽ തന്നെ പെൺകുട്ടിയുടെ വീഡിയോകൾ അവതരിപ്പിച്ചു. പക്ഷേ മുഖസാമിയും നീലക്കണ്ണുകളും കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അതിനകം തന്നെ മൊണാലിസ എന്ന പേര് അവർക്ക് വീണു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മൊണാലിസ കേരളത്തിലും എത്തിയിരുന്നു. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു അവർ അന്നെത്തിയത്. ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂറിനൊപ്പം മൊണാലിസ നൃത്തം ചെയ്തതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.